ഇത്രയും വണ്ടികൾ നിരത്തിയിട്ടിരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇത്രയും ആൾക്കാർക്ക് ചൂണ്ടയിടാൻ വേണ്ടിയിട്ടുണ്ടാവുമെന്ന്. ഉണ്ട്, ഒരുപാട് പേരുണ്ട് കേട്ടോ. അടുത്തെത്തിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇവരൊക്കെ രാവിലെ വന്ന ആൾക്കാരാണ്, വൈകുന്നേരം വരെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഭക്ഷണമൊക്കെ ആയിട്ടാണ് കേട്ടോ ഇവർ വന്നത്. പിന്നെ ഇവർ ഈ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് എന്നെ ഇരയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ചെമ്മീനും കൂന്തലൊക്കെയാണ് കേട്ടോ. അത് തന്നെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള മീനാണ്. അതിട്ടിട്ടാണ് ഇവർ മീൻ പിടിക്കുന്നത്. അപ്പോൾ ഇവരുടെ പാഷൻ ഭയങ്കരമായിട്ട് എനിക്ക് അതിശയമായിട്ട് തോന്നി കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ക്ഷമ. കാരണം എനിക്കൊന്നും ഇത്രയും നേരം ഇരിക്കാനൊന്നും പറ്റില്ല. അവരെന്ത് ക്ഷമയോടെയാണ് മീൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലേ. ഭയങ്കര ഗ്രേറ്റ് ആയിട്ട് തോന്നി എനിക്ക്. പിന്നെ ഈ സാധനമാണ് ടെട്രാപോഡ് ആക്ച്വലി ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും 4 കാലുള്ള മൃഗങ്ങൾ എന്നൊക്കെയാണ് കാണുക. ഈ 4 കാലുള്ള ടെട്രാപോഡാണ് നമ്മൾ ഈ തീരസംരക്ഷണത്തിനും ഹാർബറിനൊക്കെ യൂസ് ചെയ്യുന്നത്. വെള്ളം എതിരെ ഒഴുകുന്നതിന് പകരം അവയ്ക്ക് ചുറ്റും ഒഴുകാൻ അനുവദിച്ചുകൊണ്ട് തിരമാലയുടെ ശക്തി കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ സ്ഥാപിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.